നമസ്കാരം. പാഠം 4ലേക്ക് സ്വാഗതം. സർക്കാരുകൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? അതിൽ നമ്മൾ തൃപ്തരാണോ? നമ്മൾ എന്താണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്? ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും സർക്കാരിൻ്റെ കരുതലും സുരക്ഷിതത്വവും അനുഭവിക്കേണ്ടവരല്ലേ? അത് ശരിക്കും യാഥാർത്ഥ്യമാകുന്നുണ്ടോ? ഇന്ന് പാഠം 4-ൽ നാം ചർച്ച ചെയ്യുന്ന വിഷയം ഭരണാധികാരികളിൽ നിന്ന് നമ്മൾ കുട്ടികൾ പ്രതീക്ഷിക്കുന്നത് എന്ത്? ഈ ചർച്ചയിൽ അതിഥികളായി ചേരുന്നത് പൊതുപ്രവർത്തകയായ ഡോക്ടർ മിനി എബ്രഹാം, ബാലാവകാശ കമ്മീഷൻ മുൻ അംഗമായ ഗ്ലോറി മാഡം, വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായി ശാന്തിനികേതൻ സ്കൂളിലെ 11ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അതിഥി ലക്ഷ്മി എന്നിവരാണ്. ഏവർക്കും സ്വാഗതം. അതിഥി, നമ്മുടെ ഇന്നത്തെ വിഷയം സർക്കാരുകൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പറ്റിയും അതിൽ നിന്ന് നമ്മൾ കൂടുതൽ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നതിനെ പറ്റിയും ഒക്കെയാണല്ലോ. അതിഥിക്ക് നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്ന എന്തൊക്കെയാണ് ചെയ്യുന്നതിനെ പറ്റി ബോധവതിയാണോ? അതെ, നമ്മുടെ ഗവൺമെൻറ് ഒരുപാട് നല്ല കാര്യങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, എന്നാലും ഇപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ പല ഗവൺമെൻറ് സ്കൂളുകളും നമ്മൾ പണ്ട് ഒരുപാട് ഇഷ്ടപ്പെടാതിരുന്ന ഗവൺമെൻറ് സ്കൂളുകൾ പോലും ഇപ്പോൾ സ്മാർട്ട് ക്ലാസ് റൂംസ് ഒക്കെ ആയിട്ടും പല പല നല്ല ഫെസിലിറ്റീസ് വന്നും ഹൈടെക് ആയിരിക്കുക തന്നെയാണ്. പക്ഷേ അതുമാത്രം പോരാ, നമ്മൾ എടുക്കുന്ന പദ്ധതികളെല്ലാം കുറച്ചും കൂടി കേരളത്തിൽ മൊത്തം സ്പ്രെഡ് ആക്കണം, കുറച്ചും കൂടി സ്ഥലങ്ങളിലോട്ട് അതിൻ്റെ ഇംപ്ലൈ ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ കൂടുതൽ എന്താണ് അതിഥി പ്രതീക്ഷിക്കുന്നത് ഈ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ അല്ലാതെ മറ്റുള്ള മേഖലകളിൽ നിന്ന്? ഇപ്പോൾ വിദ്യാഭ്യാസം മാത്രമല്ല കുട്ടികൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമ്മുടെ അറ്റ്മോസ്ഫിയർ കൂടി നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടും കൂടി നമ്മൾ എഡ്യൂക്കേഷന് സഹായിക്കുന്നതാണ്. അപ്പോൾ സാനിറ്റേഷൻ തന്നെയാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. കാരണം ഒരുപാട് സ്കൂളുകളിൽ നമ്മൾ എത്ര നല്ല സ്കൂളുകളാണെന്ന് പറഞ്ഞാലും അർബണും സെമി അർബണും റീജിയൻസ് മാറ്റി വയ്ക്കുകയാണെങ്കിൽ റൂറൽ ഏരിയാസിൽ ഇപ്പോഴും ഒരുപാട് സ്കൂളുകളിൽ ബേസിക് ഫെസിലിറ്റീസ് പോലും ഇല്ലാത്ത സ്കൂളുകളുണ്ട് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. റൂറലിൽ എല്ലാ സ്കൂളുകളും അങ്ങനെയാണെന്നല്ല, പക്ഷേ ഇപ്പോഴും ചില സ്കൂളുകളെങ്കിലും അങ്ങനെ ഉണ്ട്. അപ്പം നമ്മുടെ സാനിറ്ററി നാപ്കിൻസിൻ്റെ സാനിറ്ററി പാഡുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരുപാട് സ്കൂളുകളിൽ ഇപ്പോഴും അതില്ല. കുട്ടികൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ആവശ്യപരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുമാത്രമല്ല, സാനിറ്ററി പാഡുകളുടെ ഡിസ്പോസൽ അതും വളരെ വലിയൊരു പ്രശ്നം തന്നെയാണ്. ബേസിക് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് കുട്ടികളുടെ റൈറ്റും കൂടിയിട്ടാണ്. നമുക്ക് അതിനെപ്പറ്റി ഡോക്ടർ മിനി എബ്രഹാമിനോട് ചോദിക്കാം. സ്കൂൾ കുട്ടികളിൽ പൊതുവെ കണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റി മാഡം ഒന്ന് പറയാമോ? അത് മാറ്റാൻ സർക്കാരുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ സർക്കാർ പണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ചെലുത്തേണ്ട എല്ലാ പദ്ധതികളും നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ ആ കുഞ്ഞിന്റെ എല്ലാ വാക്സിനേഷൻസ് ആയിക്കോട്ടെ, അവരുടെ ഡെഫിഷ്യൻസീസ് ആയിക്കോട്ടെ, എല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബോർഡ് അംഗം തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം കുട്ടികളിലേക്ക് ഈ ഇമ്പാക്ട് വരുമ്പോൾ എല്ലാ കുട്ടികളും വ്യത്യസ്തരാണ്. നമുക്കറിയാം, ജീവിത സാഹചര്യങ്ങളിലായിക്കോട്ടെ, അവരുടെ പേരൻസിന്റെ അവർക്ക് വരാൻ ഉള്ള സാഹചര്യം, അസുഖങ്ങളുടെ കാറ്റഗറി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ട് വരാനുള്ളത്, ഇമ്മ്യൂണിറ്റി ലെവല്, ഇവരിലെല്ലാം വ്യത്യസ്തമാണ്. അവിടെ ജനറൽ കാറ്റഗറി ചെയ്തിട്ടുള്ള ഈ ഇപ്പം നടന്നു വരുന്നിരുന്ന വാക്സിനേഷനും അതുപോലെ തന്നെ സപ്ലിമെന്റേഷനും പോരാ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒന്ന്, കുട്ടികളിൽ ഇപ്പോൾ കണ്ടുവരുന്ന കൂടുതൽ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, പണ്ടൊക്കെ പട്ടിണിയും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ മാറി. ഇപ്പോൾ കൂടുതലും വരുന്നത് കുട്ടികളുടെ ഫുഡ് ഹാബിറ്റ്സിലുള്ള ചില വ്യത്യാസങ്ങളാണ്. അതായത് കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് ചില തരത്തിലുള്ള പോഷകത്തിന്റെ കുറവുകൾ, അവരുടെ ഫീഡിങ് ഹാബിറ്റ്സ് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് പോകാത്തതുമായി ബന്ധപ്പെട്ട് അവർക്ക് പ്രതിരോധത്തിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അവരെ. കാരണം ഡെഫിഷ്യൻസി ഒന്നും ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഒരു പെർട്ടിക്കുലർ അയണിന്റെയോ കാൽസ്യത്തിന്റെയോ ഒരു ഡെഫിഷ്യൻസി എന്നുള്ളതല്ല, പ്രതിരോധത്തെ മൊത്തം ബാധിക്കുക. അതുകൊണ്ട് തന്നെ അടിക്കടി അസുഖങ്ങൾ, പലതരത്തിലുള്ള അസുഖങ്ങൾ, കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ അവർക്ക് വരിക എന്നുള്ളത് പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടം കഴിഞ്ഞിട്ട് വളരെ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആരോഗ്യരംഗത്തില് ഇപ്പോ വന്നിരിക്കുന്ന ചില മാറ്റങ്ങൾ എന്ന് പറയുന്നത്, അതായത് കുട്ടികൾക്ക് നമുക്ക് സ്ക്രീനിങ് ഒരുപാട് ടെസ്റ്റുകൾ സ്കൂൾ വൈസ് ഇപ്പൊ നടത്തി വരുന്നുണ്ട്. സ്പെഷ്യൽ കാറ്റഗറി ചെയ്ത് തന്നെ ചില ട്രീറ്റ്മെന്റുകൾ ടെസ്റ്റുകൾ ചെയ്തു വരുന്നുണ്ട്.
നമ്മൾ ഈ അടുത്ത കാലത്താണ് ദന്തപരിചരണം വരെ സ്കൂളുകൾ നടത്തി വരികയും അതിന് എന്തെങ്കിലും റഫറൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അടുത്തുള്ള PHC-യിലോ അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രിയിലേക്കോ പോകാനായിട്ടുള്ള സംവിധാനങ്ങൾ, അതുപോലെ സ്കിന്ന് സ്ക്രീനിങ് ടെസ്റ്റുകൾ, സ്കിന്നിൽ ഉണ്ടാകുന്ന ചില അസുഖങ്ങൾ സ്കൂളിൽ തലത്തിൽ തന്നെ ഉള്ള ഒരു ഒബ്സർവേഷനിൽ കണ്ടെത്തുകയും അതുപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ട്രീറ്റ്മെന്റ് വേണമെങ്കിലോ അല്ലെങ്കിൽ അതൊരു കമ്മ്യൂണിക്കബിൾ പ്രശ്നമാണെങ്കിൽ അടുത്തുള്ള കുട്ടികൾക്ക് വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അവർക്കൊരു ബോധവൽക്കരണം നടത്തുക എന്നുള്ള അതിനുള്ള മാർഗനിർദ്ദേശം നൽകുന്ന സംവിധാനവും, അതുപോലെ തന്നെ IQ ലെവൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ IQ ലെവൽ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നടന്നു വരുന്നുണ്ട്. നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്കറിയാം 10ാം ക്ലാസ്സിലെ എക്സാമിന്റെ സമയമാകുമ്പോഴാണ് പല കുട്ടികളിലും IQ-യിലെ ഡിഫറൻസ് കണ്ടുപിടിക്കുകയും അവർക്ക് എക്സാം പാസ്സാകണമെങ്കിൽ അവർക്ക് എക്സാമിന് വേണ്ടിയിട്ട് 9th സ്റ്റാൻഡേർഡിലെ ഒരു കുട്ടിയെ കൂടെ ഇരുത്തി പഠിപ്പിക്കേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ IQ-യിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ADHD പോലത്തെ അല്ലെ ഹൈപ്പർ ആക്ടിവിറ്റി പോലത്തെ ഓട്ടിസം പോലത്തെ എന്തെങ്കിലും സിൻഡ്രോംസുകളും എല്ലാം ചെറിയ പ്രായത്തിൽ കണ്ടെത്തുവാനുള്ള മാർഗനിർദ്ദേശങ്ങളെല്ലാം ഗവൺമെന്റ് തലത്തിൽ പല പദ്ധതികളിലൂടെ നടപ്പിലാക്കുന്നുണ്ട്. ഒരുപാട് നന്ദി മാഡം. പിന്നെ എനിക്ക് നമ്മൾ പലപ്പോഴും പത്രവാർത്തകളിലൂടെയും മറ്റും കുട്ടികൾ അനുഭവിക്കുന്ന ചൂഷണങ്ങളെ പറ്റിയുമൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചൂഷണങ്ങളിൽ പെടുന്ന കുട്ടികൾക്ക് ഉള്ള അവകാശങ്ങളും അതിനുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ പറ്റിയും ഒക്കെ ഒന്ന് പറയാമോ മാഡം? ഞാൻ ഗ്ലോറി മാഡത്തോടാണ് ചോദിക്കുന്നത്. നല്ല ചോദ്യമാണ്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണിത്. കുട്ടികളെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ്. ഒരു പൗരനായിരിക്കെ നമ്മുടെ രാജ്യത്ത് ഒരു പൗരന് നൽകിയിരിക്കുന്ന എല്ലാ മൗലിക അവകാശങ്ങളും ഏതൊരു കുട്ടിക്കും, അത് ചെറിയ കുട്ടി മുതൽ 18 വയസ്സ് വരെയുള്ള ആ കുട്ടികൾക്ക് അത് നിർബന്ധമായും നൽകിയിരിക്കുവാൻ സ്റ്റേറ്റ് ബാധ്യസ്ഥമാണ്. അത് സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ. ഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തും നമ്മുടെ സ്റ്റേറ്റിലും ധാരാളം അത്തരത്തിലുള്ള നടപടികളും കുട്ടികൾക്കായിട്ടുള്ള പ്രത്യേക പോളിസികളും എല്ലാം നിലവിലുണ്ട്. പക്ഷേ എത്രമാത്രം ഇത് നടപ്പിലാക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചത്. മറ്റെന്ത് കാര്യത്തിലും പോലെ തന്നെ ശക്തമായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് സംവിധാനം എല്ലാ തലങ്ങളിലും ഇല്ല എങ്കിൽ എവിടെയൊക്കെയോ പിറ്റ്ഫോൾസ് വരും. അതിന്റെ ഫലമായിട്ട് തന്നെ കുട്ടികൾക്കെതിരെയുള്ള പല തരത്തിലുള്ള അതിക്രമങ്ങൾ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് നിയമത്തിനോ മറ്റു പോളിസികൾക്കോ യാതൊരു കുറവും നമ്മുടെ നാട്ടിലില്ല. അപ്പൊ പ്രത്യേകിച്ചും സംരക്ഷണമാണ് കുട്ടി എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ കാതലായിട്ടുള്ള ഭാഗം. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, 1989 കുട്ടികൾക്കായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര ഉടമ്പടി, അതായത് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ദി ചൈൽഡ്, നമ്മൾ അത് അംഗീകരിക്കുകയും 1992 നമ്മളത് ഒപ്പുവെക്കുകയും ചെയ്ത രാഷ്ട്രമാണ്. അതിനുശേഷം ഇങ്ങോട്ട് UNCRC-യിൽ പറയുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ രാജ്യത്ത് നടന്നു വരുന്നത്. പ്രത്യേകിച്ചും നിയമനിർമ്മാണ രംഗത്തും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പോളിസികളിലെല്ലാം അതിനെ ആസ്പദമാക്കിയാണ്. അത് 4 പ്രധാനമായിട്ടുള്ള അടിസ്ഥാന തത്വങ്ങളിലാണ് അതുള്ളത്. അതൊന്ന് കുട്ടിയുടെ ഉത്തമ താല്പര്യം, ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ്. 2 ദ ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ്. 3 നോൺ ഡിസ്ക്രിമിനേഷൻ. പിന്നെ സർവൈവൽ. അങ്ങനെ കാര്യങ്ങൾ അത് വരും. അപ്പൊ ഇതിൽ ഈ ഡെവലപ്മെന്റിൽ വരുമ്പോഴാണ് ആക്ച്വലി അതിനകത്ത് പ്രൊട്ടക്ഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഗർഭാവസ്ഥയിൽ നിന്ന് തുടങ്ങുകയാണ് ശരിക്കും പറഞ്ഞത്. പിന്നെ കൗമാരപ്രായം വരെ ഉള്ള കാലഘട്ടത്തിൽ സമ്പൂർണമായ സംരക്ഷണം കൊടുക്കേണ്ടത് സ്റ്റേറ്റിന്റെ വലിയ ഒരു ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി തന്നെയാണ് പല നിയമങ്ങൾ. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012 സ്ഥാപിതം അല്ലെങ്കിൽ നിലവിൽ വന്ന നിയമമാണിത്, അല്ലേ? ശരിയാണ്, അതുപോലത്തെ നിയമങ്ങളുണ്ട്. പക്ഷേ നിയമങ്ങളുണ്ട്, പക്ഷെ അത് മാത്രം മതിയാകുമോ നമുക്ക് നമ്മളെ പല ചൂഷണങ്ങളിൽ നിന്നും ഒക്കെ നമ്മളെ സംരക്ഷിക്കാൻ? കുട്ടി ഇപ്പോൾ നമ്മളൊരു കാര്യം നമ്മൾ നേരിട്ടു എങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് പോലീസിനെയും ഒക്കെ അറിയിക്കാൻ ഹെൽപ്പ് ഡെസ്കുകളും ഒക്കെ സർക്കാരിൽ നിന്ന് നാം പ്രതീക്ഷിക്കേണ്ടതല്ലേ? അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഇപ്പോഴുണ്ടോ? അതിനെപ്പറ്റി ഒന്ന് പറയാമോ മാഡം, ഗ്ലോറി മാഡം? യെസ്, അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ ആദ്യം നമ്മൾ പോലീസിൽ തന്നെയാണ് ആശ്രയിക്കേണ്ടത്. ഇപ്പൊ ഞാൻ പറയാലോ, ഇപ്പൊ ഞാനൊക്കെ ആയിരുന്ന മേഖലകളിലും ഇപ്പോഴാകുന്ന മേഖല കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കുക, നിങ്ങളിപ്പോ ടൗൺ സൈഡിൽ അല്ലെങ്കിൽ നിങ്ങൾ ബസ് കയറാനൊക്കെ നടന്നു പോകുമ്പോൾ ബസ്സിൽ വെച്ച് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ
പോലീസ് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പൊ അവരോട് പറയാൻ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മറ്റൊന്ന്, നിങ്ങൾ വീടിന്റെ ഒരു അന്തരീക്ഷത്തിലാണ് ഇത്തരത്തിലുള്ള പിന്നെ പ്രശ്നങ്ങളെ നിങ്ങൾ നേരിടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മൊബൈൽ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോണിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1098 നമ്പറിലേക്ക് വിളിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ആ നമ്പർ അറിയാമായിരിക്കുമല്ലോ. ഏത് നമ്പർ അത്? 1098 1098 എന്നുള്ള ചൈൽഡ് ലൈൻ നമ്പർ നമുക്ക് ഏവർക്കും ചൈൽഡ് ലൈൻ നമ്പറാണ്. ചൈൽഡ് ലൈൻ നമ്പറിലേക്ക് ടോൾ ഫ്രീ ആയിട്ട് ഏത് നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് വിളിക്കാം. ഇനി നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന മറ്റൊരു സാഹചര്യത്തിലാണ് എങ്കിൽ ഇഥവാ ഈ ഒരു 1098 നമുക്ക്, കാരണം അത് ചെന്നൈയിലേക്ക് പോയി നമുക്ക് കണക്ട് ചെയ്തേ വരത്തുള്ളൂ. നമുക്ക് പെട്ടെന്ന് ഒരു എമർജന്റ് ആയിട്ടുള്ള ഹെൽപ്പ് വേണ്ട ഒരു സന്ദർഭമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു കയ്യിലുള്ള ഫോണോ അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആരുടെയെങ്കിലും അടുത്തുനിന്നാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 100 ഡയൽ ചെയ്യുക. 100 ജസ്റ്റ് മൊബൈലിലാണെങ്കിലും 100. അവിടെ കോഡ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും അത് പോകുന്നത്. ഇനി കുറച്ചും കൂടെ, കാരണം പെൺകുട്ടികൾ പലപ്പോഴും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് കൂടുതലായിട്ട് പിന്നെ എന്താ പറയാ അടിപ്പെടുന്ന ഒരു അവസ്ഥകൾ നമുക്ക് ചിലപ്പോഴെങ്കിലും ഒക്കെ കാണാനായിട്ട് സാധിക്കും. ആണും പെണ്ണും ഒരുപോലെ നമ്മൾ ചൂഷണം ചെയ്യുന്നതിന് വിധേയമാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1091 അത് വനിതാ ഹെൽപ്പ് ലൈൻ ആണ് കേട്ടോ. 1091 നമുക്ക് വിളിക്കാം, 100 വിളിക്കാം, അതുപോലെ തന്നെ 1098 ഈ 1098 24 hours കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സംവിധാനം ആവശ്യമായ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ മാനസിക സമ്മർദ്ദവും കുട്ടികൾ അനുഭവിക്കാറുള്ള ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ. അങ്ങനെയുള്ള ഈ ഇതുപോലുള്ള മാനസിക സമ്മർദ്ദം നമുക്ക് നേരിടാൻ എങ്ങനെയാണ് നമ്മളെ സർക്കാർ സഹായിക്കുന്നത്? എന്താണ് അതിനുള്ള വഴികൾ? ഞാൻ മിനി എബ്രഹാം മാഡത്തോടാണ് ചോദിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ സ്കൂളുകളിലൊക്കെ തന്നെ അതിന് കൃത്യമായിട്ട് ഉള്ള സംവിധാനമുണ്ട്. എല്ലാ സ്കൂളുകളിലും ഹൈസ്കൂൾ തലം മുതൽ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് സെക്ഷൻ ആള് തന്നെ ഉണ്ട് അവിടെ. ഫുൾ ടൈം അവിടെ അവരുണ്ട്. റെഗുലർ ആയിട്ടുള്ള കൗൺസിലിംഗ് ക്ലാസ്സുകളും മോട്ടിവേഷൻ ക്ലാസ്സുകളും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കൂടാതെ അവരിലെ പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് അവർ സോർട്ട് ഔട്ട് ചെയ്യാനായിട്ടുള്ള മെക്കാനിസം, അതായത് അത് ഏത് രീതിക്ക് കൈകാര്യം ചെയ്യണം. മാഡം പറഞ്ഞതുപോലെ അത് പോലീസിൽ ഇൻഫോം ചെയ്യേണ്ട കേസാണെങ്കിൽ അങ്ങനെ, അതല്ല ചൈൽഡ് ലൈനിലാണെങ്കിൽ അങ്ങനെ, അതല്ല കുട്ടികളിൽ കൗൺസിലിംഗ് കൊടുക്കേണ്ട ഒരു കണ്ടീഷൻ ആണെങ്കിൽ അങ്ങനെ മാനേജ് ചെയ്യുന്ന ഒരു പദ്ധതികൾ എല്ലാ സ്കൂൾ സംവിധാനത്തിലും ഇപ്പോൾ ഉണ്ട്. അതിഥി, ഇവിടെ നമ്മുടെ മിനി മാഡം പറഞ്ഞത് കേട്ടല്ലോ. ഇതുപോലുള്ള സംവിധാനങ്ങളെ പറ്റിയൊക്കെ അതിഥിക്ക് അറിയാമായിരുന്നു. കൂടുതൽ എന്താണ് ഈ മെച്ചപ്പെടുത്തേണ്ടത് എന്നാണ് അതിഥിക്ക് പറയാനുള്ളത്? എന്താണ് അഭിപ്രായം? അതെ, മാം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ അഡോളസൻസിൻ്റെയും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ നടത്തുന്നതാണ്. എന്നാലും ഇത് എല്ലായിടത്തും ഇത് എത്തണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഇല്ല. ഇങ്ങനത്തെ ലെക്ചേഴ്സും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മുടെ സേഫ്റ്റി എങ്ങനെ നമുക്ക് നോക്കാം. ഇപ്പോൾ സെൽഫ് ഡിഫെൻസ് പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പെൺകുട്ടികളായിരുന്നാലും ആൺകുട്ടികളായിരുന്നാലും അറിയേണ്ട കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ എല്ലാവരിലും എത്തണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിഥിക്ക് ഒരു അവസരം കിട്ടുകയാണ് ഒരു ഭരണാധികാരികളോട് പറയുവാൻ, ഇന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും അതിഥി പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ? ഇതുപോലെ സാനിറ്റേഷൻ പ്രോബ്ലംസ് ഒരുപാട് സ്കൂളുകളിലുണ്ട്, അത് മാറ്റണം. അതുമല്ല, നമ്മുടെ സേഫ്റ്റി നമ്മൾ എങ്ങനെ നോക്കണം, നമ്മൾ 100% സേഫാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ക്യാമറാസ് ഇൻസ്റ്റാൾ ചെയ്യുകയോ അല്ലാത്ത ക്യാമ്പയിൻസും പോളിസീസും എല്ലാം ഇറക്കുക, അത് ഫോളോ അപ്പ് ചെയ്യുക എന്നതും കൂടിയിട്ടാണ് എനിക്ക് പറയാൻ. പല കുട്ടികളും കുടുംബങ്ങളിൽ ഉള്ള അസ്വാരസ്യങ്ങൾ കാരണം കുടുംബത്തിലെ സുരക്ഷിതത്വം അവർക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അവരെ എങ്ങനെയാണ് സർക്കാരുകൾ പിന്തുണയ്ക്കുന്നത്? ഞാൻ ഗ്ലോറി മാഡത്തോടാണ് ഈ ചോദ്യം. നമ്മുടെ സ്റ്റേറ്റില് ജാഗ്രതാ സമിതികൾ ഇപ്പം ശക്തി ആർജിച്ചു വരുന്നുണ്ട്. അതായത് പഞ്ചായത്ത് വാർഡ് തലത്തിൽ തുടങ്ങിയത് പഞ്ചായത്ത് തലത്തിൽ, മുനിസിപ്പാലിറ്റി തലത്തിൽ, ജില്ലാ തലത്തിലൊക്കെ അതിന്റെ വിവിധങ്ങളായിട്ടുള്ള ഘടകങ്ങളുണ്ട്. അതായത് ആക്ച്വലി നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് നമ്മൾക്ക് ഇതുപോലെയുള്ള ഒരു എന്താ പറയുക ഒരു വൾണറബിൾ ആയിട്ടുള്ള കുട്ടികളുടെ സാഹചര്യങ്ങളെ മാപ്പ് ചെയ്യാനുള്ള സംവിധാനം സ്റ്റേറ്റ് ഒരുക്കണമെന്നുണ്ട്. അതായത് ഇപ്പൊ പറഞ്ഞതുപോലെ പോലീസിന്റെ അണ്ടറിലാണോ അതോ
ബാലാവകാശ കമ്മീഷന്റെ അല്ല, അതൊരു സാമൂഹ്യനീതി വകുപ്പുമായിട്ട് ചേർന്നാണ് ഇപ്പോൾ അത് വരുന്നത്. ഒരു പദ്ധതി. അതായത് അങ്ങനെയുള്ളവര് അത്തരത്തിലുള്ളൊരു സംവിധാനം ശക്തമായിട്ട് നമ്മുടെ താഴെത്തട്ടിലുള്ള സമൂഹത്തിൽ തുടങ്ങി അത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള വലിയൊരു ഒരു പ്രതിരോധ സംവിധാനമാണ്. കാരണം ഇന്ന വീട്ടിൽ ഇന്ന ഒരു പ്രശ്നമുണ്ട്, അവിടെ രണ്ടാനച്ഛനുണ്ട്, അല്ലെങ്കിൽ അവിടെ അച്ഛൻ ദൂരെയാണ്, ബ്രോക്കൺ ഫാമിലിയാണ്, എപ്പോഴും കള്ളു കുടിച്ച് ബഹളം ഉണ്ടാക്കുന്ന ഒരു വീടാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രദേശത്ത് തന്നെ അവിടെ തന്നെയുള്ള ആളുകളാണ് ഇതിനകത്തുള്ളത്. അപ്പൊ അവിടെ ഇങ്ങനെ കുട്ടികൾ അബ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പൊ അവിടേക്കൊന്ന് കടന്നു ചെന്ന് അതിനെ പ്രിവെന്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഈ പറഞ്ഞ പോലെയുള്ള കൗൺസിലിംഗ് അത്തരത്തിലുള്ള സംവിധാനങ്ങളിലേക്ക് ആളുകളെ നയിക്കുവാനുള്ള പ്രാപ്തമായിട്ടുള്ള ഒരു സംവിധാന ശക്തിയാണത്. അപ്പൊ അതൊക്കെ എത്രത്തോളം ശക്തമാണ്, എത്രത്തോളം ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഈ പറഞ്ഞ പോലെ നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമുക്ക് ധാരാളമുണ്ട്. അപ്പം ഈ ഗാർഹിക അന്തരീക്ഷങ്ങളിൽ നിന്ന് വരുന്ന പിന്നെ മറ്റൊരു കാര്യം, ഈച്ച് ടീച്ചർ മസ്റ്റ് ബി എ കൗൺസിലർ. ഒരു സ്കൂളിൽ ഒരു കൗൺസിലർ ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. കുട്ടികളോട് മാക്സിമം ഇടപെടുന്നത് അധ്യാപകരാണ്. ആ ഓരോ അധ്യാപകരും, കാരണം ഒരു ക്ലാസ്സിൽ എത്തുന്ന 30 അല്ലെങ്കിൽ 40 കുട്ടികൾ ഉണ്ടായിരിക്കെ ആ കുട്ടികളുടെ പ്രശ്നങ്ങൾ ആ ടീച്ചർ അറിഞ്ഞിരിക്കണം. അത് മസ്റ്റാണ്. അത് ഞാൻ അന്നും ഇന്നും പറയുന്ന ഒരു കാര്യമാണ്. അല്ലാതെ നമുക്ക് ഈ ഒരു സംവിധാനത്തെ ശക്തിപ്പെടുത്തുവാനായിട്ട് സാധിക്കില്ല. അപ്പൊ ആ ഒരു തരത്തിൽ അകമഴിഞ്ഞ ആത്മാർത്ഥതയോടു കൂടി തന്നെ കുട്ടികളുടെ പ്രശ്നങ്ങളെ എന്റെ പ്രശ്നങ്ങളാക്കി, എന്റെ കുട്ടികളുടെ പ്രശ്നമായി അത് കണ്ടുകൊണ്ട് അത് പരിഹരിക്കപ്പെടുവാനും ചേർത്ത് നിർത്തുവാനുള്ള ഒരു സന്മനസ് ഓരോ അധ്യാപകനും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്നതെല്ലാം വ്യർത്ഥമാകത്തേ ഉള്ളൂ. അങ്ങനെ ഒരു സംവിധാനമുണ്ടോ? അത്തരത്തിലേക്ക് വളർന്നു വരാൻ പറ്റുമോ? ഒരു കുട്ടി പോലും നമ്മുടെ സമൂഹത്തിൽ അബ്യൂസ് ചെയ്യപ്പെടുവാനോ വഴിതെറ്റി പോവാനോ. ഞാനത് പറയാൻ കാരണം ഇപ്പോഴറിയാമല്ലോ, ഈ മയക്കുമരുന്ന് വല്ലാണ്ട് നമ്മുടെ നാടിന്റെ ഉൾപ്രദേശങ്ങളിലടക്കം ഒരു നീരാളിപ്പിടുത്തം പോലെ തന്നെ പിടിച്ച് മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങേയറ്റം അത് എത്തിപ്പോയി. അപ്പോഴാണ് സമൂഹം ഇപ്പൊ നമ്മളെ ഉണർന്ന് പ്രവർത്തിക്കുന്നത്. കാരണം അത് ഒരു ക്ലാസ്സിലേക്ക് വരുമ്പം ആ ടീച്ചർ അത് സെൻസ് ചെയ്യണം. എന്റെ അടുത്ത് വരുന്ന ഒരു കുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു ഡീവിയേഷൻ കണ്ടാൽ ഉടനെ തന്നെ അത് സെൻസ് ചെയ്ത് ഈ പറഞ്ഞ പോലെ ഡോക്ടർ മിനി പറഞ്ഞതുപോലെ തന്നെയുള്ള ധാരാളം സംവിധാനങ്ങൾ, ആ കുട്ടിക്ക് വേണ്ട എല്ലാ ഡയറക്ഷൻസും കൊടുക്കുവാനായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾക്കുണ്ട്. നിയമത്തിന് മുമ്പിൽ എത്തിക്കേണ്ടതാണ്, നിയമത്തിന് മുമ്പിൽ തന്നെ എത്തിക്കണം. ഇന്ന് പല അധ്യാപകരും വിഷമിക്കുന്ന ഒരു കാര്യം, അവർ പലതിലും കൈവയ്ക്കാൻ മടി കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കുഞ്ഞുങ്ങൾക്ക് ബാലാവകാശത്തെ കുറിച്ച് നല്ല അവബോധമാണ്. അപ്പൊ അവരെ ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്താലോ ഡയറക്റ്റ് ചെയ്താലോ ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണെന്നുള്ള ഒരു വലിയ സമ്മർദ്ദം ഇതുണ്ട്. അപ്പൊ ഒരു കയ്യിൽ നമ്മള് ബാലാവകാശം സംരക്ഷണത്തോടു കൂടി തന്നെ പോകണം, മറു കയ്യിൽ ഉത്തരവാദിത്വം നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കുന്നത്ത രീതിയിൽ, പ്രാപ്തരാക്കത്ത രീതിയിൽ തന്നെ പോകണം എന്നുള്ള അതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് വീണ്ടും ഇതിലേക്ക് വരാം മാഡം. അതിഥിയുടെ അഭിപ്രായത്തിൽ നമ്മൾ കുട്ടികൾക്ക് തുറന്ന് അഭിപ്രായം പറയാൻ, നമുക്ക് എന്ത് വേണം എന്ന് പറയാനുള്ള വേദികൾ നമുക്ക് ഉണ്ടോ? ഉണ്ടാവേണ്ടതാണ്, ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. എന്നാലും ഒരുപാട് കുട്ടികൾ ആ വേദിയിലോട്ട് എത്താൻ, അല്ലെങ്കിൽ ആ ഒരു നിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് മടിക്കുന്നു എന്നതാണ്. നമ്മുടെ സ്വന്തം പ്രശ്നങ്ങൾ പറയുക എന്നുള്ളതല്ല, ഒരു പക്ഷേ നമുക്കൊരു കുട്ടികളുടെ പ്രതിനിധി എന്നുള്ള രീതിയിൽ നമുക്കൊരു അഭിപ്രായം പറയണം, അത് സർക്കാരിൻ്റെ മുന്നിലേക്ക് നമുക്ക് എത്തിക്കണം. അങ്ങനെയുള്ള ഒരു അവസരം നമുക്ക് ആക്ച്വലി ഉണ്ടോ? ഇല്ലല്ലോ. എന്താണ് അതിഥിയുടെ അഭിപ്രായം? എനിക്കില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അറിവിലില്ല. ഇതുപോലത്തെ മീഡിയ പ്രസൻസ് കിട്ടുക എന്നുള്ളതിൽ മാത്രമാണ് നമ്മുടെ അഭിപ്രായങ്ങൾ ബാക്കിയുള്ളവരുടെ നമുക്ക് എത്തിക്കാൻ പറ്റുന്നത്. അതല്ലാതെ അത് വലിയൊരു ലാക്യൂനയാണ് കേട്ടോ. അത് വലിയൊരു ഗ്യാപ്പാണ്. കാരണം ഈ പങ്കാളിത്തം എന്ന് പറയുന്നതും കുട്ടിയുടെ വലിയൊരു അവകാശമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ UNCRC പറയുന്ന അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണത്. ഈ ബാലസഭകൾ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ സ്കൂളുകളിലും ഇത്തരത്തിൽ, അതുപോലെ തന്നെ പഞ്ചായത്ത് തലങ്ങളിലൊക്കെ ബാലസഭകൾ എന്ന് പറയുന്ന പോലെ സ്കൂളുകളിൽ ഒരു മിനി പാർലമെന്റ് ഒക്കെ ആവാം. അത് നടത്തുന്ന പല സ്കൂളുകളുമുണ്ട്. പക്ഷെ പലപ്പോഴും കുട്ടികളെ അവിടെ നിന്ന് തുറന്ന് സംസാരിക്കുവാൻ എത്രമാത്രം അനുവദിക്കാറുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് എത്രമാത്രം ആ ഒരു ഫ്രീഡം അവിടെ ലഭിക്കുന്നുണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ അതിഥിയോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ മോളെ, ഈ ഡ്രോപ്പ് ബോക്സ് സ്കൂളുകളിലുണ്ടോ? ഡ്രോപ്പ് ബോക്സസ്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എഴുതിയിടാൻ പറ്റിയ സംവിധാനം സ്കൂളുകളിൽ ഇപ്പോഴുണ്ടോ? എന്റെ സ്കൂളിലില്ല. അതിഥിക്ക് എന്താണ് അഭിപ്രായം? അതിഥിയുടെ സ്കൂളിൽ അങ്ങനത്തെ ഉണ്ടോ? നമുക്ക് പറയാനുള്ള വേദി നമ്മുടെ സ്കൂളുകളിലുണ്ട്. അതല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടല്ല, നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സിനോട് സംസാരിക്കാനും അങ്ങനത്തെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ്. ഇത് ബാലാവകാശ കമ്മീഷന്റെ ഒക്കെ ഇടപെടലിനെ തുടർന്ന്
വിദ്യാഭ്യാസ വകുപ്പ് തന്നെ സർക്കുലറായിട്ട് ഒരു ഉത്തരവായിട്ട് തന്നെ ഇറക്കിയിട്ടുള്ളതാണ്. ഓരോ സ്കൂളുകളിലും ഡ്രോപ്പ് ബോക്സ് വേണം. അത് ആഴ്ചയിൽ 1-2 തവണ ഒരു ഹെഡ് മിസ്സസിന്റെ അല്ലെങ്കിൽ സ്കൂൾ പ്രിൻസിപ്പളുടെ നേതൃത്വത്തിൽ 1-2 അധ്യാപകര് മറ്റുള്ള ആളുകളുടെ കുട്ടികളുടെ പ്രസൻസിൽ തന്നെ, അതായത് സ്കൂൾ ലീഡറോ അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ പ്രസൻസിൽ അത് തുറക്കണം. അതിനകത്തുള്ള കാരണം പല കുട്ടികൾക്കും പല പ്രോബ്ലംസും നേരിട്ട് പറയാനായിട്ട് സാധിക്കില്ല. അത്തരത്തിലുള്ള ആത്മവിശ്വാസത്തിലേക്കൊന്നും നമ്മുടെ എല്ലാ കുട്ടികളും വന്നിട്ടില്ല. അപ്പോഴുള്ള അവർക്കുള്ള ഒരു മാർഗമാണ് ഇതെന്ത്, അവരൊരു ഡ്രോപ്പ് ബോക്സിൽ ഈ ഒരു കാര്യം എഴുതിയിടുക എന്നുള്ളത്. പക്ഷെ എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. അതൊക്കെ ശക്തിപ്പെടുത്തേണ്ടത് തന്നെയാണ്. പലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ കുട്ടികളുടെ ഭാഗത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അധ്യാപകരെ കരിവാരി തേക്കാനാണോ എന്നുള്ള ഒരു പേടി മൂലം എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഒന്ന് മറച്ചു വെക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം. അതുകൊണ്ടാണ് ഞാൻ എടുത്തു ചോദിച്ചത്. അപ്പൊ ഓരോ ഡ്രോപ്പ് ബോക്സ് വെക്കണം എന്നുള്ളത് സർക്കാർ തന്നെ കൊണ്ടുവന്നിട്ടുള്ള നയപരമായിട്ടുള്ള ആശയമാണ്. ഞാൻ ഇടപെടുകയാണ്. മിനി മാഡം ഒരു പൊതുപ്രവർത്തകയാണല്ലോ. അപ്പോൾ ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ കുട്ടികൾക്ക് വേണ്ടി സർക്കാരുകൾ എന്തൊക്കെയാണ് ഇനി കൂടുതൽ ചെയ്യേണ്ടത്, എന്താണ് മാഡത്തിന്റെ അഭിപ്രായം? നമുക്ക് വേദികൾ ലഭിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വേദികൾ കൂടുതലാക്കുന്നത് കൊണ്ടോ മാത്രമായില്ല, നമുക്കത് യൂട്ടിലൈസ് ചെയ്യാനും കൂടെ കുഞ്ഞുങ്ങൾക്ക് കഴിയണം. അപ്പൊ മാഡം പറഞ്ഞതുപോലെ ഒരു ഡ്രോപ്പ് ബോക്സിന്റെ ആവശ്യം എന്താണ്? കാരണം അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല അത് പറയാനായിട്ട്. അപ്പം നമ്മുടെ പ്രശ്നങ്ങളെ പറഞ്ഞു പഠിക്കുക എന്നുള്ളത്, ഒരാളോട് കൺവേ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. എനിക്ക് മനസ്സിലായ കാര്യം, നമ്മളിപ്പോ നമ്മുടെ കൺസൾട്ട് റൂമിൽ ഒരു കുഞ്ഞിനെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു 10-12 വയസ്സായ അല്ലെ ഒരു 5-6 പഠിക്കുന്ന ഒരു കുഞ്ഞിന് തന്റെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളോട് തുറന്നു പറയാവുന്നതാണ്. വേദന എടുക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ. പക്ഷെ അവിടെ കൂടുതലും അസിസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മുന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പേരൻസ് ഉണ്ടാവും. ഇത് തന്നെയാണ് മുന്നോട്ട് എല്ലാ കാര്യങ്ങളിലും. ഏതാണ്ട് ഒരു 20 വയസ്സായ കുട്ടികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പേരൻസ് ആണ് അവരുടെ പ്രശ്നങ്ങൾ കൺവേ ചെയ്യുന്നത്. നമ്മളൊരു കാര്യം പറയാൻ പഠിക്കുന്ന നമ്മളിലെ ആ ഇൻഹിബിഷൻ ഒന്ന് മാറുന്നത് നമ്മൾ പല കാര്യം ചെയ്താണ്. ഒരു കാരണവശാലും നമുക്ക് അതിനെ ഓവർകം ചെയ്യാനായിട്ട് വേറെ പെട്ടെന്നൊരു വേര് കിട്ടി നമ്മളെല്ലാം കൂടെ പറയണം എന്നില്ല. അപ്പൊ അതൊന്ന് ട്രെയിൻഡ് ആവേണ്ടതുണ്ട്. എല്ലാവർക്കും ഇത് ലഭ്യമാക്കുക എന്നുള്ളതും കിട്ടുന്ന അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതും അതിനെ ട്രെയിൻ ചെയ്ത് വരിക എന്നുള്ളതും കൊണ്ട് മാത്രമേ നമുക്കൊരു വേദി കിട്ടിയതിന്റെ ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. പിന്നെ ഇപ്പൊ ചോദിച്ച ചോദ്യം, അതായത് ഇനി എന്താണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുണ്ട്, അതൊരു വലിയൊരു ചോദ്യമാണ്. സമഗ്രമായിട്ട് ഒരുപാട് കാര്യങ്ങൾ മാറ്റത്തിന്റെ പാതയിലാണ്. പക്ഷെ ഒരു കാര്യങ്ങൾ വരുമ്പം നമ്മുടെ നാട്ടിലത്തെ ഒരു പ്രശ്നമാണ് എല്ലാത്തിനും ഒരു അല്പം ഡിലേ ആണ്. എന്ന് വെച്ചാൽ നമ്മളൊരു 3 വർഷം കൊണ്ട് കാര്യമായി സാധിച്ചെടുക്കണം എന്ന് വിചാരിച്ചു കൊണ്ടിരുന്ന ഒരു പദ്ധതി 10 വർഷമാകുമ്പോഴായിരിക്കും അതിന്റെ ഒരു റിസൾട്ടിലേക്ക് ഒരു പക്ഷേ കൊണ്ടുവന്ന് വരിക. തീർച്ചയായും ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ പല സംവിധാനങ്ങളും നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഇപ്പോൾ ഉണ്ട്. പക്ഷേ നാം എല്ലാവരും അതിനെപ്പറ്റി ബോധവാന്മാരാണോ എന്ന് തികച്ചും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ആദ്യമായി അതിനെപ്പറ്റി നമ്മൾ ബോധവാന്മാരാകണം. അതുകൂടാതെ തന്നെ ഇതൊന്നും പര്യാപ്തമല്ല, നമുക്ക് പലതും കൂടുതൽ വേണ്ടിയിരിക്കുന്നു. ഉദാഹരണം അതിഥി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് പലപ്പോഴും ട്രാവൽ ചെയ്യുന്ന സമയങ്ങളിലൊന്നും മതിയായ ടോയ്ലറ്റ് സൗകര്യങ്ങളും ഒന്നും ലഭ്യമല്ല. ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടതാണ്. അതുപോലെ തന്നെ പല കുട്ടികളും കഠിനമായ മാനസിക സമ്മർദ്ദത്തിൽ പെട്ട് ഉഴലാറുണ്ട്. അപ്പോൾ അവർക്ക് ഒന്ന് ഓപ്പണായിട്ട് സംസാരിക്കുവാൻ കൗൺസിലിംഗ് സേവനം സ്കൂളുകളിൽ കൂടുതൽ ലഭ്യമാക്കേണ്ടതാണ്. മിക്ക സ്കൂളുകളിലും ഉണ്ട്, എങ്കിലും പല സ്കൂളുകളിലും ഇല്ല എന്നുള്ളതാണ്. അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിലെല്ലാം ഉപരി നമുക്ക് എന്താണ് വേണ്ടത് എന്ന് മുതിർന്നവർ പറയാതെ നമുക്ക് ഒന്ന് സജസ്റ്റ് ചെയ്യാൻ ഉള്ള ഒരു വേദി സർക്കാരുകൾ ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. ഭരണാധികാരികളിൽ നിന്ന് നമ്മൾ കുട്ടികൾ പ്രതീക്ഷിക്കുന്നത് എന്ത് എന്ന ചർച്ച ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത അതിഥികളായ മിനി മാഡം, ഗ്ലോറി മാഡം, അതിഥി എന്നിവർക്ക് ഞാൻ നന്ദി പറയുന്നു. ഇതുപോലെയുള്ള വിഷയങ്ങളിൽ ചർച്ച ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ വിഷയങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ സ്വാഗതം.